ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈന്ത് പായസമാണ്. ഈന്ത് പൊടിച്ചെടുത്ത പൊടിയാണിത്. ഇത് നമ്മളൊക്കെ ചെറുതാകുന്ന സമയത്ത് നമ്മളെ വീടുകളിൽ നമ്മളെ നാട്ടിലൊക്കെ കർക്കിടക വാവിനുണ്ടല്ലോ, അപ്പോൾ ഈ തൃക്കൾക്ക് നമ്മൾ നേർച്ച കൊടുക്കുന്ന അന്നത്തെ ദിവസമാണ് നമ്മൾ ഈന്ത് പായസം ഉണ്ടാക്കുക. ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ്. നമ്മളെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ ഈന്തോലയൊക്കെ ഇല്ലേ, ഈന്തോലയൊക്കെ നമ്മൾ പണ്ട് കല്യാണ വീടൊക്കെ അലങ്കരിക്കാനൊക്കെ ഉപയോഗിച്ച ആ ഈന്താണ് ഇത് ഉണക്കി പൊടിച്ചിട്ട് വരുന്നതാണ് ഇത്. അപ്പോൾ നമ്മൾ ഈന്ത് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഇത് ഞാൻ 1.5 ഗ്ലാസ് ഈന്തിൻ്റെ പൊടിയാണ്. ഇത് നമ്മൾ മില്ലിൽ കഴുകി ഉണക്കി മിക്സിയിൽ പൊടിക്കുന്നത്. നമ്മളിത് മില്ലിൽ പൊടിച്ചതാണ്. ഈന്ത് അമ്മ പൊടി തന്നതുകൊണ്ടാണ്. ഇതിൻ്റെ ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ പൊടി തന്നതുകൊണ്ട് അപ്പോൾ ഈ പൊടിയാണിത്. ഇതിൽ ഞാനിത് 1.5 ഗ്ലാസ് പൊടിയിൽ 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഞാൻ നോക്കാം എത്രയാണ് വെള്ളത്തിൻ്റെ അളവെന്ന് എനിക്ക് അറിയില്ല. തിളച്ച വെള്ളത്തിലാണിത് കുഴക്കേണ്ടത്. ഒരു നുള്ളു ഉപ്പിട്ട് കുഴക്കണം. ഇത് ശർക്കര വേണം, അതിന് തേങ്ങാപ്പാൽ വേണം. ഒരു തേങ്ങയുടെ പാല് 1-ാം പാലും 2-ാം പാലും മാറ്റി വെക്കണം. ആദ്യം ഇതിങ്ങനെ കുഴച്ചെടുത്ത്, നമ്മൾ പത്തിരി അടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുഴച്ചെടുക്കില്ല, അതുപോലെ കുഴച്ചെടുത്തിട്ട് ബോളാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചായിട്ട് ഒഴിച്ചൊഴിച്ച് നോക്കാം നമുക്ക്. ഈ പൊടി നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് ഉരുട്ടിയെടുക്കണം. ഇത് കുഴക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം നന്നായിട്ട് തിളക്കണം. തിളച്ചില്ലെങ്കിൽ ഇത് ഉരുട്ടാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും. പിന്നെ വെള്ളം കൂടുതലായാലും പറ്റൂല. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് കൈ പൊള്ളും. ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കി ഇതാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് പൊടി മാറ്റി വെക്കണം പായസത്തിന് നമുക്ക് കലക്കി ഒഴിക്കാൻ. അപ്പോൾ ഈ ഈന്തിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇത് അല്ലാതെ ഈ ബോളിന് മാത്രമല്ല ഈന്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് പൊടിയും കൂടെ ആ തേങ്ങാപ്പാൽ കലക്കി ഒഴിച്ച് കഴിയുമ്പോൾ പായസത്തിന് നല്ല ഈന്തിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാ ബോളാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ചെടുക്കുക. നമ്മുടെ മക്കളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബോളാക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇഷ്ടമാണ് ഇത് ബോളാക്കാൻ വേണ്ടിയതാണ്. ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇതെന്താണെന്ന് വെച്ചാൽ നല്ല ബോളാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേവാത്ത പോലെ തോന്നും. വേവും, പക്ഷേ നമുക്ക് തോന്നും ഒരു പച്ച ചുവ പോലെ തോന്നും. അപ്പോൾ അതിനാണ് ഇങ്ങനെയാണ് ആദ്യമൊക്കെ ചെയ്യുക എല്ലാവരും. നമ്മളിപ്പോൾ അച്ചമ്മ ഉള്ള കാലത്തെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും ഒക്കെ അത് കണ്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എല്ലാം അതേപോലെ ആകുമ്പോൾ കാണാനും ഇത് നമ്മൾ ഉരുട്ടുന്ന സമയത്ത് ഇത് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. കുറച്ചിങ്ങനെ ബോളാക്കി കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ വറുത്ത പത്തിരിപ്പൊടിയില്ലേ, പച്ചരി വറുത്ത പൊടി നൈസായിട്ടുള്ള ആ പൊടി കൂട്ടി ഇങ്ങനെ ഇത് ബോളാക്കിയാൽ മതി. കയ്യിൽ ഇങ്ങനെ കൊട്ടി ആക്കിയാൽ മതി. വാവ ഇതാ മണി ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വാവയ്ക്ക് ഇഷ്ടമാണ് ഈ മണിപ്പുട്ട് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ ഇനി പിന്നെ ഒരു ദിവസം വീഡിയോ ചെയ്യാം. വാവ ഇതിങ്ങനെ കാത്തിരിക്കുമോ, ഇത് മണി ഉരുട്ടാനായോ എന്ന് വെച്ചിട്ട് വാവ ഉരുട്ടിയത് അത് മുഴുവനും കാണുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയ ബോൾസാണ്. ഇത് വാവ ഉണ്ടാക്കിയ ബോൾസാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. നാളെ പണി ഉള്ളതുകൊണ്ട് ഇന്നേ ഞാനിങ്ങനെ ബോൾസാക്കി വെച്ചതാണ്. ഇത് പൊടി കുഴക്കുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പിട്ട് കുഴക്കണം. എനിക്ക് നേരത്തെ അത് പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നാളെ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇത് നമ്മൾ ഈന്ത് പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു തേങ്ങേൻ്റെ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 2-ാം പാല്. ചിലർ 2-ാം പാലും 3-ാം പാലും ഒക്കെ എടുക്കും. ഞാൻ ഈ 1-ാം പാല് കുറച്ച് 1/2 ഗ്ലാസ് വെള്ളത്തിൽ തേങ്ങ അടിച്ചിട്ട് 1-ാം പാല് മാറ്റി വെച്ച് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചതാണ്. ഈ ഗ്ലാസ് ഇത് 250 ml ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചൂടുവെള്ളത്തിൽ ഉരുട്ടി വെച്ചതാണത്. ഈ 300 ഗ്രാം ശർക്കര, ഒരു 1/4 ഗ്ലാസ് വെള്ളം, കാല് കുറച്ചധികം ഉണ്ടാവും. ആ വെള്ളത്തിൽ ഞാൻ ഈ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത് അരിച്ച് ഇതിലേക്ക് ഒഴിക്കണം.
ആദ്യം ഈ തേങ്ങാപ്പാൽ തിളക്കട്ടെ. തേങ്ങാപ്പാൽ തിളച്ച് കഴിഞ്ഞാലാണ് ഇത് അതിലേക്ക് ഇടുക. ഇത് തിളക്കട്ടെ. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ഈന്തിൻ്റെ ബോൾസ് നമ്മൾ തേങ്ങാപ്പാലിൽ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അത് പൊടിയാതെ നല്ല രീതിക്ക് ഇളക്കി അതല്ല, ഇത് വേവാൻ കുറച്ച് സമയം എടുക്കും. വെന്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു വേവാത്ത പോലെ ഒരു പച്ചച്ചൊവ തോന്നുന്ന, അത് ഇതിൻ്റെ ടെക്സ്ചർ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒന്നിക്കിൽ ഇത് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ച് മെല്ലെ മെല്ലെ പൊടിയാതെ ഇളക്കി വേവിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ബോൾസ് ആദ്യം തന്നെ ഒന്ന് ആവിയിൽ വെച്ച് വേവിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് പൊടിയാതെ നിൽക്കുമല്ലോ. ആവിയിൽ വേവിച്ച് കഴിയുമ്പോൾ അതൊന്ന് വേവുമല്ലോ. അപ്പോൾ പിന്നെ തേങ്ങാപ്പാലിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് കലങ്ങി പോവില്ല. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ട് രീതിക്കും ചെയ്ത് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ വേവിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊടിയാതെ കിട്ടുക. അതായത് ഇത് ഫോം ആയല്ലോ, ഈ ആവിയിൽ വേവിച്ച സമയത്ത് ഇതൊന്ന് ഫോം ആവുമല്ലോ. അപ്പോൾ ഇത് പൊടിയൂല അതിലേക്ക് ഇട്ട് ഇളക്കുന്ന സമയത്ത്. രണ്ട് രീതിക്കും ചെയ്യാം. പാലപ്പത്ത് തിളക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഈ ബോള് നമ്മൾ ഇത് ഉരുട്ടുന്ന സമയത്ത് എടുത്ത പൊടി ഇതാ, ഞാൻ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനിത് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇത് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പായസത്തിലോട്ട് ഒഴിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പായസത്തിന്. അല്ലാതെ ബോൾസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒഴിക്കുമ്പോൾ പായസത്തിന് നല്ല കട്ടിയും ഉണ്ടാകും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. ഇനി അഥവാ പൊടി എടുത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, ആ പത്തിരിപ്പൊടി കുറച്ച് കലക്കി ഒഴിച്ചാലും മതി. പക്ഷേ ഇതാണ് ടേസ്റ്റ്. ഇതാ ബോൾസൊക്കെ നന്നായിട്ട് ആവിയിൽ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തിളക്കുന്ന തേങ്ങാപ്പാലിലോട്ട് ഇട്ട് കൊടുക്കും. ഇത് കണ്ടില്ലേ, ഇതിന് പൊടിയൂല. ഇത് കണ്ടോ, ഇത് വെന്തിട്ടുണ്ട്, നന്നായിട്ട് ഹാർഡായി. ഇനി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ തന്നെ നിൽക്കും. ഇത് ആവിയിൽ വേവിച്ചില്ലെങ്കിൽ നമ്മൾ ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത്. ഇത് പൊടിഞ്ഞു പോകും. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ആവിയിൽ വെന്തത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇത് കണ്ടോ, ബോൾസ് ഒന്നും പൊടിഞ്ഞില്ല. കണ്ടില്ലേ, ബോൾസൊക്കെ ബോൾസായിട്ട് തന്നെ ഉണ്ട്. ഇത് ആവിയിൽ വേവിച്ചില്ലെങ്കിൽ ഇത് ഇട്ട ഉടനെ പൊടിഞ്ഞു പോകും. അപ്പം നമ്മളൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് വേവട്ടെ. ഇതാ ഈ ബോൾസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആയി. ഞാനൊരു 5 മിനിറ്റ് നന്നായി ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട്. ഇത് ആവിയിൽ വെന്തതാണ്, എന്നാലും ഒരു സമാധാനത്തിന് അങ്ങനെ വേവിച്ചതാണ്. ഇത് എത്ര വെന്ത് കഴിഞ്ഞാലും ഒരു പച്ചച്ചോവയാണ് ഇതിന്. ഇതാ ശർക്കര ഇതിലേക്ക് ഒഴിക്കട്ടെ. ശർക്കര അരിച്ചൊഴിക്കുക. ഇതിൽ എന്തെങ്കിലും കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും. ഇത്ര കൂടുതൽ വേണമെന്ന് അറിയില്ല. ഒരു 300 ഗ്രാമാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഈ നേരത്തെ ഞാൻ കലക്കി വെച്ച പൊടി ഉണ്ടല്ലോ, ആ പൊടിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മധുരം നോക്കിയിട്ട് ഇതാ 1-ാം പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 1-ാം പാലും കൂടെ എടുത്ത് ഏലക്കായ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ പായസം റെഡി. നല്ല ഔഷധ ഗുണമുള്ള സാധനമാണേ. ഇത് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ പിതൃക്കൾക്ക് വെച്ച് കൊടുക്കുന്നതാണ്. ബാക്കി എല്ലാ ഓണം വിഷു അതൊക്കെ
നമ്മൾ ജീവിച്ചിരിക്കുന്നവരുടെ ആഘോഷമാണല്ലോ, ഈ കർക്കിടക വാവാണല്ലോ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ സമയത്ത് പ്രകൃതിയിലുള്ള ഒരു ഔഷധമായതുകൊണ്ടായിരിക്കാം ഈ സമയത്ത് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളും കുടിക്കുമല്ലോ. ഇത് നന്നായിട്ട് തിളക്കട്ടെ. മധുരം കുറച്ച് മധുരം ആവശ്യത്തിനുണ്ട്, പക്ഷെ നമ്മൾ ഈ ഒന്നാം പാനം ഒഴിക്കുന്ന സമയത്ത് ആ മധുരം മതിയാവാതെ വരും. അപ്പം നമ്മൾ കറക്റ്റാണ് ആ 300 ശർക്കര. എനിക്ക് 300 ശർക്കരൻ്റെ കണക്ക് അറിയില്ല, അച്ഛൻ പറഞ്ഞതാണ് 300 ശർക്കര എടുത്തോ. ഞാൻ ചേച്ചാ 500 ശർക്കര വേണ്ടി വരുമോ? ഇല്ല മോളെ ഒരു 300 എടുത്തോ. അത് കറക്റ്റായിട്ടുണ്ട്. അച്ഛനെ വിളിച്ച് പറയണേനി. അച്ഛൻ നന്നായിട്ട് ചക്കപ്പായസവും അങ്ങനത്തെ ട്രഡീഷണലായിട്ടുള്ള പായസങ്ങളൊക്കെ അച്ഛൻ വെക്കും. നമ്മളെ ഈ സേമിയ പായസവും അതൊന്നുമല്ല. ഒക്കെ ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാം. അമ്മയും നന്നായിട്ട് കുക്ക് ചെയ്യും, അനിയനും നന്നായിട്ട് കുക്ക് ചെയ്യും. എല്ലാവരുടെ റെസിപ്പിയും ഞാൻ വീഡിയോയിൽ നമ്മളെ ചാനലിൽ പോസ്റ്റ് ചെയ്യാം. ഇത് നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നാം പാലം ഒഴിച്ച് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പായസം. ഞാനിതിലേക്ക് ഒന്നാം പാലം ഒഴിക്കുകയാണ്. ഒന്നാം പാലം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. നിങ്ങൾ ഈ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ പരന്ന പാത്രത്തിൽ ഉണ്ടാക്കുക. കുറച്ച് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പായസം റെഡി. അപ്പോൾ ഈ പായസം ഉണ്ടാക്കി കഴിക്കാത്ത ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചോ. ഈ സീസണിലെ ഇത് നമ്മളെ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും ഒക്കെ കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ ഇടാത്ത എന്താ വെച്ചാൽ ചില ശർക്കരയിൽ ഉപ്പിൻ്റെ ഒരു ഇതുണ്ടാവും, അപ്പം നമുക്ക് ഉപ്പ് വേറെ വേണ്ട. പക്ഷേ ഇതിൽ ഉപ്പില്ലാത്തതുകൊണ്ട് ഞാനൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുത്തിട്ടില്ല. ഈ ഈന്തുപൊടി കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ റാഗി പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന, അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും ഇതുകൊണ്ട് ഉണ്ടാക്കുക. ഇത് വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് വേറെ ഏതെങ്കിലും പുതിയ റെസിപ്പി നിങ്ങൾക്ക് അറിയെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാൻ ഞാനും അറിയട്ടെ. നല്ല ടേസ്റ്റാണ് ഈ പായസം. ഈന്ത് പായസം അടിപൊളിയായിട്ടുണ്ട്. ബോൾസൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഇതാ നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം.